കുറച്ച് നേരത്തെ ഒരു 10 മിനിറ്റ് നേരത്തെയെങ്കിലും ഈ പേഷ്യൻറ്റിനെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നുള്ള ഒരു നിർദ്ദേശവും ഒരു ഡിസിഷനാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഏതായാലും സ്വാഭാവികമായിട്ടും ഒരു സമരം അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു തടസ്സമായി എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. രക്ഷിക്കാൻ സാധിക്കുമായിരുന്നിട്ട് പോലും ഒരു സമരം കൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതെ, വണ്ടീൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു, പക്ഷേ ആ വണ്ടി തന്നെയാണ് മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോയത്. അപ്പോൾ ആ വാഹനത്തിന് തകരാറില്ല എന്നുള്ളതല്ലേ അതിൽ മനസ്സിലാക്കും. നമ്മൾ സാധാരണയിൽ സമരങ്ങൾ എല്ലാവർക്കും നടത്താം. സമരം നടത്തുന്നതിന് ആർക്കും തെറ്റൊന്നുമില്ല. അങ്ങനെ സമരം നടത്തുമ്പോൾ ഇക്കാലം അത്രയും നമ്മുടെ നാട്ടിലുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമരമാണെങ്കിലും ഇങ്ങനെയുള്ള ആംബുലൻസ്, രോഗികളെയും കൊണ്ടുപോകുന്ന ആംബുലൻസ് ഏത് സമരത്തിൻ്റെ മുമ്പിലും നമ്മളത് ഒരു രീതിയാണ് പൊതുവെ നമ്മൾ അവലംബിച്ച് വരുന്നത്. പക്ഷേ ആംബുലൻസിനെയും ആ ആംബുലൻസിൽ കിടക്കുന്ന രോഗിയെയും തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരം നമുക്കിത് ഒരു ശരിയല്ലാത്ത ഒരു പ്രവൃത്തി തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, ഇപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഇറങ്ങി വന്ന് ഈ സമരക്കാരോട് സംസാരിച്ചു. എന്നിട്ട് പോലും അവർ കേട്ടില്ല. അവസാനമാണ് അവർ അതിന് വഴങ്ങിയത്. അപ്പോഴത്തേനും സമയം പോയി. അപ്പോൾ ഡോക്ടർമാരും പറയുന്നത് നേരത്തെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷിക്കാമായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഡോക്ടർമാരുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു നിയമ നടപടികളോ മറ്റു കാര്യങ്ങൾ പരിശോധിക്കും. തീർച്ചയായിട്ടും ബന്ധുക്കളുടെ പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. അതെ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയത് അത് മറ്റൊരു കേസാണ്. അപ്പോൾ ആ കാര്യങ്ങളും പരിശോധിക്കും. ഓ ഓ സമരം നടത്തി, പക്ഷേ ആംബുലൻസ് തടഞ്ഞില്ല. വിഷ്വലെല്ലാം ഉണ്ട്. അല്ല, അവർ അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടിയും നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ നടന്ന സമരവും വണ്ടി തടസ്സപ്പെടുത്തിയൊക്കെ ഇപ്പോൾ ഒരു രേഖയായിട്ട് ഒരു വിഷ്വലായിട്ട് നമ്മൾ കിടക്കുകയാണല്ലോ. ആ കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. ഏതായാലും കുടുംബത്തിൻ്റെ പരാതി ഉള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു നടപടി ഏതായാലും വകുപ്പ് പരിശോധിക്കും.